Welcome to the new video of Engineering Geology. So ഇന്ന് ലാസ്റ്റ് പാർട്ടാണ്, മൊഡ്യൂൾ 3യുടെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജിയോഫിസിക്കൽ മെത്തേഡ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻസ്. നമ്മളപ്പം ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ജിയോഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് ജിയോഫിസിക്സ് എന്താണെന്ന് നോക്കാം. ജിയോഫിസിക്സ് എന്ന് വെച്ചാൽ എർത്ത് സർഫസിൽ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്ത് അതിൽ ഡിഫോൾട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ ജിയോഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സീസ്മിക്, ഗ്രാവിറ്റേഷണൽ, മാഗ്നറ്റിക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, geophysical explorations for groundwater are based on the fact that rock formations differ in their gravitational, magnetic, seismic and radioactive behavior. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ജിയോഫിസിക്കൽ എക്സ്പ്ലോറേഷൻസ് നടത്തുമ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ റോക്ക് ഫോർമേഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ, മാഗ്നറ്റിക്, സീസ്മിക് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ബിഹേവിയർ, ഈ പറഞ്ഞ ബിഹേവിയേഴ്സിലൊക്കെ റോക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോന്നിലും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും എങ്ങനെ റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, then further the behavior of water bearing formation towards the test involving these properties is generally different that of water free rocks of the സെയിം ടൈപ്പ്. അതായത് വാട്ടർ ബിയറിംഗ് റോക്കിൽ ഉള്ളതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എന്ത് ഫ്രീ റോക്സിൽ, അതായത് വാട്ടർ ഫ്രീ റോക്സിൽ ഉണ്ടാകുക. ഓക്കെ, ദി കോൺട്രാസ്റ്റ് ഇൻ ഫിസിയോകെമിക്കൽ ക്യാരക്ടേഴ്സ് ഈസ് therefore the basis of usefulness of geophysical investigation. നമ്മൾ ജിയോഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതിൽ ഫിസിയോകെമിക്കൽ ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് എന്താ ഒരു യൂസ്ഫുൾ സംഭവമാണ്. ഓക്കെ, so the simplest way of groundwater exploration is by drilling several boreholes and installing wells ഇൻസ്റ്റാൾ ചെയ്തും അതുപോലെ ബോർഹോൾസ് ഡ്രിൽ ചെയ്യുന്നതും എന്താണ് സിംപ്ലസ്റ്റ് വേ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻസ് ആണ്. ഓക്കെ, ഇത് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എക്സ്പെൻസീവും ആണ്, ലേബർ ഇൻറ്റൻസീവും ആണ്, അതുപോലെ ടൈം കൺസ്യൂമിങ്ങും ആണ്. ഓക്കെ, geophysical investigations involve simple method of study made of the surface with the aim of ascertaining subsurface details. Okay, so this is achieved by measuring certain physical properties and interpreting them mainly in terms of എന്താണ് subsurface geology. Okay, well instrumented geophysical survey provides indirect evidence of groundwater occurrence at depth. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റഡ് ജിയോഫിസിക്കൽ സർവേ, അതായത് നല്ലതായിട്ട് സർവേ ചെയ്താൽ നമുക്ക് എന്താണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇൻഡയറക്റ്റ് എവിഡൻസ് കിട്ടും. അതായത് എന്താ നല്ല ഡീപ്പിൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇൻഡയറക്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, the physical, chemical and magnetic property of soil and rock formation continuously vary from place to place. ഓരോ സ്ഥലത്തും ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. The electrical and magnetic characteristics are significantly influenced by the presence or absence of saturation in the formation. ഓക്കെ, ആ ഫോർമേഷനിലെ സാച്ചുറേഷൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് എന്ന് പറയുന്നത് എന്താ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, the electrical conductance of a geological formation varies in relation to its porosity, saturation and salinity of water it is holding or transmitting. ഓക്കെ, അപ്പോൾ എന്താ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ
എന്താണ് വേരി ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? പോറോസിറ്റി, സാച്ചുറേഷൻ, സാലിനിറ്റി, ഇതിൻ്റെയൊക്കെ ബേസിസിൽ വേരി ചെയ്യും. ഓക്കെ, ഓക്കെ. അപ്പോൾ ജിയോഫിസിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, ഒരു ടെക്നിക്സ് എന്ന് വെച്ചാൽ സർഫസ് ടെക്നിക്സും, അതായത് സർഫസ് ടെസ്റ്റിംഗ് ടെക്നിക്സും, അതുപോലെ സബ് സർഫസ് ടെസ്റ്റിംഗ് ടെക്നിക്സും. സർഫസ് ജിയോളജിക്കൽ മെത്തേഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇലക്ട്രോമാഗ്നറ്റിക്, ഗ്രാവിമെട്രിക് ആൻഡ് സീസ്മിക് മെത്തേഡ്. ഇത് ഇത്രയാണ് സർഫസ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. സബ് സർഫസ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ബോർഹോൾസ്, ഓക്കെ, which involve recording variations in temperature, resistivity, conductivity, spontaneous potential and response to gamma radiation and acoustic waves with increasing depth. ഇതൊക്കെയാണ് സബ് സർഫസ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓൾ ദീസ് ടെസ്റ്റ് ആർ റെക്കോർഡഡ് ഇൻ ദ ഫോം ഓഫ് ലോഗ്സ്. ഓക്കെ, ലോഗ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. നമുക്ക് ജിയോഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കിത് ഈസിലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാരി ഔട്ട് ക്വിക്ക്ലി, അതായത് പെട്ടെന്ന് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ദിസ് മീൻസ് ലാർജ് ഏരിയ ക്യാൻ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ എ റീസണബിൾ ഷോർട്ട് പീരിയഡ് ആൻഡ് ഹെൻസ് ടൈം ഈസ് സേവ്ഡ്. പിന്നെ എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദ ജിയോഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സിമ്പിൾ, പോർട്ടബിൾ ആൻഡ് ക്യാൻ ബി ഓപ്പറേറ്റ് ഈസിലി. ഓക്കെ, ദെൻ ലെസ് ലേബർ ഇൻറ്റൻസീവും ആണ്. സോ നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ, ഇൻവേഴ്സ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, resistivity is an important measure of the capacity of a rock to allow electric current through it. ഒരു റോക്കിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുക അല്ലെങ്കിൽ അലൗ ചെയ്യുക, അതിന് ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. ഡ്രൈ റോക്സ് ആൻഡ് സെഡിമെൻറ്റ്സ്, ഡെൻസ് കോമ്പാക്ട് ആൻഡ് poreless rocks will offer a greater resistance to the electric current compared to loose porous and wet saturated samples of these very materials. ഓക്കെ, അപ്പോൾ ഡ്രൈ റോക്ക് അതുപോലെ സെഡിമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദേ വിൽ ഹാവ് ലോവർ റെസിസ്റ്റിവിറ്റി ടു ആൻ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പോൾ ലൂസൻഡ് അല്ലെങ്കിൽ ലൂസ് പോറസ് അല്ലെങ്കിൽ വെറ്റ് സാച്ചുറേറ്റഡ് സാമ്പിൾസിനൊക്കെ എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. ഓക്കെ, ഓക്കെ, ഒരു ഹാർഡ് റോക്ക്, ഓക്കെ, പോർസ് ഇല്ലാതെ അല്ലെങ്കിൽ പോർസോ ഫ്രാക്ചേഴ്സോ ഇല്ലാത്തൊരു ഹാർഡ് റോക്കും ഡ്രൈ സാൻഡ് വിത്തൗട്ട് വാട്ടർ ഓർ ക്ലേ ആർ വെരി റെസിസ്റ്റീവ്. ഓക്കെ, ഹാർഡ് റോക്ക്, പോർസ് ഇല്ലാത്ത ഹാർഡ് റോക്സും അതുപോലെ എന്താണ് ഡ്രൈ സാൻഡ് വിത്തൗട്ട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലേ അല്ലെങ്കിൽ ഇല്ലാത്ത സാൻഡിന് എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിരിക്കും. ഓക്കെ, a porous or fractured rock bearing free water has a resistivity which depends on the resistivity of the water and on the porosity of the rock. റോക്കിൻ്റെ പോറോസിറ്റിയും അതുപോലെ വാട്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പോർ അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് റോക്ക് ബിയറിങ് വാട്ടർ റോക്കിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ അവിടെ വാട്ടർ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, an impermeable clay layer which has bound water has a low resistivity. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ക്ലേ ലെയറിന് എന്തായിരിക്കും, അവിടെ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. മിനറൽ ഓർ ബോഡീസ് ഹാവ് വെരി ലോ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു ദെയർ ഇലക്ട്രോണിക് കണ്ടക്ഷൻ. ഓക്കെ, ഇലക്ട്രോണിക് കണ്ടക്ഷൻ കാരണം എന്താ, മിനറൽ ഓർ ബോഡീസ് അയൺ സൾഫൈഡ് പോലുള്ള മിനറൽ ഓർ ബോഡീസിന് ലോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഈ ഡിഫറൻറ്റ് സോയിലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മാസീവ് റോക്ക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 400 ആയിരിക്കും, ഷെയിലും ക്ലേ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി 1 ആയിരിക്കും, സീ വാട്ടർ ആണെങ്കിൽ 0.3 ആയിരിക്കും റെസിസ്റ്റിവിറ്റി. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, സീ വാട്ടർ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ടിനെ പെട്ടെന്ന് കടത്തിവിടും. ഓക്കെ, കണ്ടക്ട് ചെയ്യും, നല്ലൊരു ഗുഡ് കണ്ടക്ടറാണ് സീ വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ വെറ്റ് മോയിസ്റ്റ് ക്ലേ സോയിലാണെങ്കിൽ
1.5 തൊട്ട് 3 വരെ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി വേരി ചെയ്യുന്നത്. There are two variations in resistivity method. Okay, resistivity methodൻ്റെ 2 വേരിയേഷൻ എന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സൗണ്ടിങ്ങും സെക്കൻഡ് വൺ ഇലക്ട്രിക് പ്രൊഫൈലിങ്ങുമാണ്. ഇലക്ട്രിക് സൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ദ വേരിയേഷൻസ് ഇൻ ദ നേച്ചർ ഓഫ് ദി സബ്സർഫസ് മെറ്റീരിയൽസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്തോറും സബ്സർഫസ് മെറ്റീരിയലിൻ്റെ വേരിയേഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ടെക്നിക്കാണ് എന്താണ് ഇലക്ട്രിക് സൗണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് വിച്ച് ഡിറ്റർമൈൻ ദ ഏരിയൽ എക്സ്റ്റെൻറ്റ് ഓഫ് വേരിയസ് ഫോർമേഷൻ അപ് ടു സെയിം ഡെപ്ത് വരെയുള്ള ഏരിയൽ എക്സ്റ്റൻഷൻ ഡിറ്റർമൈൻ ചെയ്യാനാണ് ഇലക്ട്രിക് പ്രൊഫൈലിംഗ് യൂസ് ചെയ്യുന്നത്. സോ പ്രൊഫൈലിംഗ് ഈസ് ഡൺ ടു ഡിറ്റക്ട് ലാറ്ററൽ ചേഞ്ചസ് ഇൻ റെസിസ്റ്റിവിറ്റിയുടെ ലാറ്ററൽ ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഫൈലിംഗ് ചെയ്യുന്നത്. ഈ സ്റ്റഡി റിവീൽസ് എ ചേഞ്ച് ഇൻ ദ സബ്സർഫസ് ലിത്തോളജി അല്ലെങ്കിൽ സ്ട്രക്ചർ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തും അവിടെയുള്ള ചേഞ്ചസ് എന്താണെന്ന്, അതായത് ഓരോ സ്ഥലത്ത് മാറുന്തോറും അവിടെ ഉണ്ടാകുന്ന ലിത്തോളജി ഓക്കെ അതിൻ്റെയൊക്കെ ചേഞ്ചസ് ആയിരിക്കും പ്രൊഫൈലിംഗ് വഴി നമുക്ക് കിട്ടുന്നത്. സൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈസ് ഡൺ ടു ഡിറ്റർമൈൻ ദ വേർട്ടിക്കൽ ചേഞ്ചസ്. ഓക്കെ, വേർട്ടിക്കൽ ചേഞ്ചസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്, വെർട്ടിക്കൽ ചേഞ്ചസ് ഇൻ റെസിസ്റ്റിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ദി സ്റ്റഡി റിവീൽസ് ചേഞ്ചസ് ഇൻ ലിത്തോളജി അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്തോറുമുള്ള ഒരു പെർട്ടിക്കുലർ പ്ലേസിലുള്ള ലിത്തോളജിക്കൽ ചേഞ്ചസ് ആണ് സൗണ്ടിങ് വഴി നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോഡ്സ് ആർ ഡ്രിവൺ അപ്രോക്സിമേറ്റ്ലി 20 centimeter into the ground. Okay, a DC or a very low frequency AC current of known magnitude is passed between outer electrode. Okay, അപ്പോൾ ഇലക്ട്രോഡ്സ് നമ്മൾ എന്ത് ചെയ്യും, 20 centimeter ഗ്രൗണ്ടിൽ താത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ DC അല്ലെങ്കിൽ വെരി ലോ ഫ്രീക്വൻസി AC കറണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. thereby producing within the soil an electrical field and the boundary condition. ഇലക്ട്രിക്കൽ ഫീൽഡ് ബൗണ്ടറി കണ്ടീഷനും ഇലക്ട്രിക്കൽ ഫീൽഡ് അവിടെ സോയിലിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മെഷേർഡ് ബൈ മീൻസ് ഓഫ് ദി ഇന്നർ ഇലക്ട്രോഡ്സിൻ്റെ വഴിയായിരിക്കും നമ്മളിങ്ങനെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. Okay, the resistivity measured by these potential electrode is recorded as apparent resistivity. Okay, ഈ ഇലക്ട്രോഡ്സ് വഴി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റെസിസ്റ്റിവിറ്റിയെ നമ്മൾ അപ്പാരൻറ്റ് റെസിസ്റ്റിവിറ്റി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനിൽ എ എന്ന് പറഞ്ഞാൽ സ്പേസിങ് കോൺസ്റ്റൻറ്റ്, വി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ ആണ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ the depth to which the current penetrates is of the order of 1/4 distance between the two electric rod. ഈ രണ്ട് ഇലക്ട്രിക് റോഡിൻ്റെ ഡിസ്റ്റൻസിൻ്റെ 1/4 ആയിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്, കറണ്ട് പെനട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, hence it is possible to find out the electrical characters of the rocks up to a certain depth by varying a spacing from original 3 to 6 cm, 9 cm, 12, 15 and so on up to the depth of 50 cm or so. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റോക്കിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു സെർട്ടൻ ഡെപ്ത് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, the electrodes are moved from place to place without changing their spacing. ഈ സ്പേസിങ് ചേഞ്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോഡ്സിനെ മൂവ് ചെയ്യും, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. സോ apparent resistivity and any anomalies within a depth equal to the spacing of the electrode can thereby be determined for a number of points. ഓക്കെ, അപ്പോൾ ഫോർ എ നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പാരൻറ്റ് റെസിസ്റ്റിവിറ്റിയും പിന്നെ അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും വിത്തിൻ ഈക്വൽ സ്പേസിങ് ആയിരിക്കും നമ്മൾ ഇലക്ട്രോഡ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡിൻ്റെ ഒരു ഫിഗറാണ്, ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് കാണാം. അതുപോലെ വോൾട്ട് മീറ്ററും എമ്മീറ്ററും വെച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ഫീൽഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഒരു റെസിസ്റ്റിവിറ്റി മീറ്ററും മൾട്ടികോ കേബിളും മെറ്റൽ ഇലക്ട്രോഡ്സും നമുക്ക് ഫിഗറിൽ കാണാം. സൗണ്ടിങ് മെത്തേഡിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. The center point of the setup is stationary whereas the spacing of the electrode is varied. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, സ്പേസിങ് എന്താ വേരി ചെയ്യും ഇലക്ട്രോഡ്സിൻ്റെ. സോ റെസിസ്റ്റിവിറ്റി ഈസ് മെഷേർഡ് അറ്റ് ദി സെയിം പ്ലേസ് ബൈ ഇൻക്രീസിങ് ദി സ്പേസിങ് ഓഫ് ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പേസിങ്, അതായത് ഇലക്ട്രോണിൻ്റെ സ്പേസിങ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടാണ് റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, gives resistivity value at depth equal to spacing of electrode. ഈ റെസിസ്റ്റിവിറ്റി വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോഡിൻ്റെ സ്പേസിങ്ങിന് ഈക്വൽ ഡെപ്തിലാണ് കിട്ടുന്നത്. സക്സസീവ് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് മേക്സ് ദി കറണ്ട് പെനട്രേറ്റ് മോർ ആൻഡ് മോർ ഡീപ്ലി. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതോറും കറണ്ട് എന്ത് ചെയ്യും, ഡെപ്തിലോട്ട് കൂടുതലായിട്ട് പോകും. സോ ചേഞ്ചസ് ഇൻ റെസിസ്റ്റിവിറ്റി ഗീവ്സ് വെർട്ടിക്കൽ വേരിയേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോൾട്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്, ഇൻവേഷൻ എന്ന് പറയും. എങ്ങോട്ടേക്ക്, ഗ്രൗണ്ട് വാട്ടറിലോട്ട് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലോട്ട് ഈ സോൾട്ട് വാട്ടർ എന്ത് ചെയ്യും, കയറി വരും. അതിനെയാണ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സലൈൻ വാട്ടർ ഇൻ ടു ഫ്രഷ് വാട്ടർ അക്യുഫേസ്. ഓക്കെ, ഫ്രഷ് വാട്ടർ അക്യുഫേസിലോട്ട് എന്താ സലൈൻ വാട്ടർ വരുന്നതിനെയാണ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ലീഡ് ടു ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി ഡീഗ്രഡേഷൻ ഇൻക്ലൂഡിങ് എന്താ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ആൻഡ് അതർ കോൺസിക്വൻസസ്. എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി ഡിഗ്രേഡ് ചെയ്യും, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിൻ്റെയും ക്വാളിറ്റി എന്താണ് ഡിഗ്രേഡ് ചെയ്യും, നമുക്ക് അതുപോലെ കോൺസിക്വൻസസും ഉണ്ടാകും. സോ ദി സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ക്യാൻ നാച്ചുറലി ഒക്കർ ഇൻ കോസ്റ്റൽ aquifers owing to the hydraulic connection between groundwater and seawater. ഗ്രൗണ്ട് വാട്ടറിൻ്റെ സീ വാട്ടറിൻ്റെ ഹൈഡ്രോളിക് കണക്ഷൻ കാരണം കോസ്റ്റൽ അക്യുഫേഴ്സിൽ എന്ത് ചെയ്യും, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ നാച്ചുറലി ഒക്കർ ചെയ്യുന്നൊരു ഫിനോമിനൻ ആണ്. ഓക്കെ, ബിക്കോസ് സലൈൻ വാട്ടർ ഹാസ് എ ഹയർ മിനറൽ കണ്ടൻറ്റ് ദാൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിനേക്കാളും സലൈൻ വാട്ടറിന് എന്തുണ്ട്, മിനറൽ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് എന്തായിരിക്കും, അത് ഡെൻസറും ആയിരിക്കും, അതിന് ഹയർ വാട്ടർ പ്രഷറും കാണും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഗ്രൗണ്ട് വാട്ടറിലോട്ട് salt water intrude ചെയ്യുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് സോൾട്ട് വാട്ടർ ക്യാൻ പുഷ് ഇൻലാൻഡ് ബെനത്ത് ദി ഫ്രഷ് വാട്ടർ. ഓക്കെ, സോ അതുപോലെ സർട്ടൻ ഹ്യൂമൻ ആക്ടിവിറ്റി എസ്പെഷ്യലി ഗ്രൗണ്ട് വാട്ടർ പമ്പിംഗ് ഫ്രം കോസ്റ്റൽ ഫ്രഷ് വാട്ടർ വെൽസ് ഹാവ് ഇൻക്രീസ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഇൻ മെനി കോസ്റ്റൽ ഏരിയ. ഹ്യൂമൻ ഇൻവേഷൻ കാരണം അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണവും എന്ത് സംഭവിക്കാം, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ സംഭവിക്കാം. Water extraction drops the level of the fresh groundwater, so reducing its water pressure and allowing salt water to flow further inland. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും, അതുപോലെ അവിടുത്തെ വാട്ടർ പ്രഷർ കുറയും. സോ അപ്പോൾ വാട്ടർ പ്രഷർ കുറയുമ്പോൾ നമുക്ക് ഈ സോൾട്ട് വാട്ടർ എന്ത് ചെയ്യും, ഇതിലോട്ട് വരും. Other contributors to saltwater invasions include navigation channels or agricultural and drainage channels which provide conduits for saltwater to move inland. Okay, navigation channels അതുപോലെ agriculture and drainage channels ഒക്കെ എന്ത് ചെയ്യും, സോൾട്ട് വാട്ടർ ഇൻട്രൂഷന് കാരണമാകും. ഓക്കെ, sea level rise caused by climate change also contributes to salt water intrusion. പിന്നെ എന്താണ്, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ക്യാൻ ഓൾസോ ബി വേഴ്സൺഡ് ബൈ എക്സ്ട്രീം ഇവൻറ്റ് ലൈക്ക് ഹറിക്കെയിൻ സ്റ്റോം അല്ലെങ്കിൽ ഹറിക്കെയിനൊക്കെ വരുമ്പോഴും സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ നടക്കാറുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ഈസ് എ പ്രൈമറി കോസ് ഓഫ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷനും ഒരു കോസാണ്. ഗ്രൗണ്ട് വാട്ടർ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ മെനി കോസ്റ്റൽ ഏരിയാസ് ആൻഡ് എക്സ്ട്രാക്ഷൻ has increased over time.
So under baseline condition, the inland extent of salt water is limited by higher pressure exerted by the freshwater column owing to its higher elevation. Okay, groundwater extraction can lower the level of the freshwater table. Groundwater extraction കാരണം എന്ത് ചെയ്യും, freshwater tableന്റെ ലെവൽ എന്ത് ചെയ്യും, താഴ്ത്തും, ലോ ചെയ്യും. Okay, reducing the pressure exerted by the freshwater column and allowing the denser salt water to move inland laterally. Okay, പിന്നെ എന്താണ്, the construction of canal and drainage network can lead to saltwater intrusion. Canals provides conduits for salt water to be carried inland as does the deepening of existing channels for navigating purposes. Okay, സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അതായത് നാവിഗേഷൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ്, നമ്മൾ വെൽസ് കോസ്റ്റൽ ഏരിയയിൽ നിന്ന് എന്താണ് വെൽസ് ഇതുപോലെ ഡ്രിൽ ചെയ്യുന്നത് കാരണവും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാരണമാണ് എന്തുണ്ടാകുന്നത്, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻസ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ പിന്നെ എന്താണ്, അഡീഷണലി ചാനൽ ഡ്രഡ്ജിങ് ഇൻ ദി സറൗണ്ടിങ് വെറ്റ്ലാൻഡ് ടു ഫെസിലിറ്റേറ്റ് oil and gas drilling has caused land subsidence, further promoting inland saltwater movement. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഓയിൽ അല്ലെങ്കിൽ ഗ്യാസിന് വേണ്ടി നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അവിടെ എന്താവും, ലാൻഡ് സബ്സിഡൻസ് ഉണ്ടാകും. സോ അവിടെയും എന്താണ്, സോൾട്ട് വാട്ടർ മൂവ്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ ഹൈബൻ-ഹെയ്സബർഗ് ഹെർസ്ബർഗ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഹൈബൻ-ഹെർസ്ബർഗ് റിലേഷൻ. ഓക്കെ, അപ്പം ഈ റിലേഷൻ എന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഇൻട്രൂഷന് ഫസ്റ്റ് ഫിസിക്കൽ ഫോർമുലേഷൻ ഫോർ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ആദ്യമായിട്ട് ചെയ്തത് ആരാണ്, വില്യം ബാൻഡൻ ഗൈബൻ ആൻഡ് അലക്സാണ്ടർ ഹെർസ്ബർഗ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, they derived analytical solutions to approximate the intrusion behavior, which are based on a number of assumptions that do not hold in all field cases. എല്ലാ ഫീൽഡ് കേസസിലും ഹോൾഡ് ചെയ്യുന്നതല്ല, എങ്കിലും ഒരു അനലിറ്റിക്കൽ സൊല്യൂഷൻ, ഓക്കെ, അതായത് അപ്രോക്സിമേറ്റ് ദി ഇൻട്രൂഷൻ ബിഹേവിയർ നമുക്ക് എന്താണ് ചെയ്യാൻ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അനലിറ്റിക്കൽ സൊല്യൂഷൻ ഡിറൈവ് ചെയ്തത് ഹൈബൻ ആൻഡ് ഹെർസ്ബർഗ് ആണ്. ഓക്കെ, which is based on the number of assumptions. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, Z ഈക്വൽ ടു റോ എഫ് ബൈ റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ഫ്രഷ് വാട്ടർ സോൺ എബോവ് സീ ലെവൽ. സീ ലെവലിന് മുകളിലുള്ള ഫ്രഷ് വാട്ടറിൻ്റെ തിക്നെസ് എച്ചും, അതുപോലെ സീ ലെവലിന് താഴെയുള്ള ഫ്രഷ് വാട്ടറിൻ്റെ തിക്നെസ് ഇസഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റോ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിൻ്റെ ഡെൻസിറ്റിയും റോ എസ് സോൾട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. സോ ഫിഗറിൽ നമുക്ക് എന്ത് കാണാം, സീ ലെവൽ കാണാം. സീ ലെവലിൻ്റെ മുകളിൽ എച്ച് തിക്നെസ് കാണാം, അതുപോലെ ഫ്രഷ് വാട്ടർ സീ ലെവലിൻ്റെ താഴെ എന്താണ്, ഇസഡ് ആണ് തിക്നെസ്. ഓക്കെ, അപ്പോൾ സോൾട്ട് വാട്ടർ നിൽക്കുന്ന സീ ഫ്ലോറിൻ്റെയും അത് ഇൻ്റർഫേസിൻ്റെ ഇടയിലൂടെ സോൾട്ട് വാട്ടർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രഷ് വാട്ടർ ഹാസ് എ ഡെൻസിറ്റി ഓഫ് അബൌട്ട് 1 gram/cc അറ്റ് 20 degrees Celsius. ഓക്കെ, അപ്പോൾ സോൾട്ട് വാട്ടറിന് അല്ലെങ്കിൽ സീ വാട്ടറിന് എത്രയാണ്, 1.025 gram/cc ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് Z ഈക്വൽ ടു 40H എന്ന് നമുക്ക് പറയാം. ഓക്കെ, the Gaiman-Herzberg ratio states that for every meter of fresh water in an unconfined aquifer above sea level, there will be 40 meters of fresh water in the aquifer below the sea level.
ഓക്കെ, ഇതാണ് ഹേസൽബർഗ് റേഷ്യോ. ഗൈബൻ ഹേഴ്സ്ബർഗ് റേഷ്യോയിൽ എന്താണ് പറയുന്നത്? ഓക്കെ, ഫോർ എവറി മീറ്റർ ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ആൻ അൺകൺഫൈൻഡ് അക്വിഫയർ. ഓക്കെ, സീ ലെവലിന് മുകളിലുള്ള അൺകൺഫൈൻഡ് അക്വിഫയറിൻ്റെ ഓരോ ഫ്രഷ് വാട്ടറിൻ്റെ ഓരോ മീറ്ററിനും there will be 40 meter of fresh water in the aquifer below the sea level. ബിലോ സീ ലെവലിൽ അതിന് ഇതായിട്ട് എന്താണ് 40 മീറ്റർ ഓഫ് ഫ്രഷ് വാട്ടർ ആയിരിക്കും എന്ത് ഉണ്ടാകുന്നത് ബിലോ സീ ലെവലിൽ ഉള്ളത് എന്നാണ് എന്താ ഈ റിലേഷനിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വച്ചേക്കണം. ഓക്കെ.